ഏത് ബുർഖയിൽ ഒളിച്ചാലും ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഭീകരൻ സൈഫുള്ള ഇപ്പോൾ താടിയും മുടിയും വടിച്ച് തലമുണ്ടനം ചെയ്ത് ബുർഖയും ഇട്ട് ആത്മീയ ഗുരു ചമയാൻ ശ്രമിച്ച് നടക്കുകയാണ്. ഇയാൾ ഒരു ഗുരുവിന്റെ വേഷത്തിൽ നടക്കുന്ന, അതായത് ബുർഖയ്ക്കുള്ളിൽ നടക്കുന്ന താടിയും മുടിയുമൊക്കെ വടിച്ചു കളഞ്ഞ് ആകെ ഒരു വേഷം മാറി നടക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിൽ ഭീകരവേട്ട വളരെയധികം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാ സേന. ഇന്ത്യൻ സുരക്ഷാ സേനയെ പേടിച്ചിപ്പോൾ നടക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ സൈഫുള്ള. പിടികൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രധാന അടയാളമായ താടി വടിച്ചു, തലമുണ്ടനം ചെയ്തു. ഇപ്പോൾ സൈഫുള്ളയുടെ ഒരു പുതിയ രൂപമാണ്. എന്നാൽ ഈ പുതിയ രൂപവും ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബുർഖയും ഒക്കെ ധരിച്ച് വേഷം മാറി രക്ഷപ്പെടാൻ ഇയാൾ പരമാവധി ശ്രമിക്കുന്നുവെന്ന് ഡോഡ ASP സന്ദീപ് മേത്ത വെളിപ്പെടുത്തി. ഭീകരനെ മാറിയ 2 വ്യത്യസ്ത രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ സുരക്ഷാ സേന കാശ്മീരിലുടനീളം പതിച്ചിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ നീക്കമാണ് സൈഫുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണരുടെ വിശ്വാസമൊക്കെ നേടി താനൊരു ആത്മീയ ഗുരുവാണ് എന്ന് ചമഞ്ഞ് ഒളിത്താവളങ്ങൾ കണ്ടെത്താനാണ് ഇയാളുടെ ശ്രമം. ചിലയിടങ്ങളിൽ ഇയാൾ മതപുരോഹിതന്റെ പരിവേഷം ഉണ്ടാക്കിയെടുത്തതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡോഡ, കിഷ്ത്വാർ മേഖലകളിലെ ദുർഘടമായ മലനിരകളിൽ കഴിഞ്ഞ 2 മാസമായി സൈഫുള്ളയ്ക്കായിട്ടുള്ള വേട്ട തുടരുകയാണ് ഇന്ത്യൻ സൈന്യം. ഇയാളുടെ ഒരു ചങ്ങാതിയുണ്ട്, പാക് ഭീകരൻ ആദിൽ. ഇയാൾ കഴിഞ്ഞ ദിവസം സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇത് സൈഫുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ജനുവരി 19-ന് കിഷ്ത്വാറിലെ 12,000 അടി ഉയരമുള്ള മലനിരകളിൽ സൈഫുള്ള ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഒളിത്താവളം സൈന്യം തകർത്തിരുന്നു. കാർഗിൽ യുദ്ധകാലത്തെ ബങ്കറുകളുടെ മാതൃകയിലാണ് ഒളിത്താവളം നിർമ്മിച്ചത്. ഈ ഒളിത്താവളത്തിൽ തണുപ്പുകാലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ കരുതി വെച്ചിരുന്ന റേഷൻ അടക്കമുള്ളവ സേന പിടിച്ചെടുത്തു. ഇതോടെ ഭക്ഷണം കിട്ടാനില്ല, സുരക്ഷിത താവളമില്ല. സൈഫുള്ള ഇപ്പോൾ നെട്ടോട്ടമോടുകയാണ്. പുറത്തിറങ്ങിയാൽ സൈന്യത്തിന്റെ വെടിയുണ്ടകൾക്ക് ഇരയാകും എന്ന് ഭയന്നാണ് ഇപ്പോൾ ഇയാൾ വേഷപ്രച്ഛന്നനായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിർത്തി കടന്നെത്തിയ ഭീകരനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ സൈന്യം തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. 12,000 അടി ഉയരത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ തണുത്തുറഞ്ഞ പർവ്വതനിരകളിൽ കൊത്തിയെടുത്ത കാർഗിൽ ശൈലിയിലുള്ള ബങ്കറായിരുന്നു ഇയാളുടെ ഇത്രയും കാലത്തുള്ള ഒളിത്താവളം. മാസങ്ങളോളം ഈ ഒളിത്താവളത്തിനുള്ളിൽ ഇയാളും ഇയാളുടെ ചങ്ങാതിയും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ഒളിത്താവളം തകർത്തതോടെ അവർക്ക് പുറം ലോകത്തേക്ക് വരാതിരിക്കാൻ നിർവാഹമില്ലാതായി. അന്നു മുതൽ സൈഫുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒളിച്ചിരിക്കുകയും അപൂർവമായി പുറത്തിറങ്ങുകയും ചെയ്യാറുണ്ട് എന്നാണ് സൂചന. അതേസമയം കിഷ്ത്വാറിലും ദോഡ കുന്നുകളിലും ഒളിച്ചിരിക്കുന്ന സൈഫുള്ളയെയും മറ്റ് തീവ്രവാദികളെയും ഏത് വിധേനയും പിടികൂടാനുള്ള നീക്കവും സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുണ്ട്. ദൂരെയുള്ള പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന നാട്ടുകാരുടെ മനസ്സമാധാനം കവർന്ന ഈ തോക്കുധാരികളായ തീവ്രവാദികളെ തുരത്താൻ സുരക്ഷാ ഏജൻസികൾ സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ സേന അവർ അത്രമാത്രം കരുത്തന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരു ഭീകരനും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതുപോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒന്നുകൂടി ഇന്ത്യൻ സേന അവരുടെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭീകരൻ പോലും ഇനി ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യക്കകത്തു വന്ന് ഇന്ത്യൻ ജനതയുടെ നേരെ തോക്ക് ചൂണ്ടുകയില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇന്ത്യൻ സേന. അതുകൊണ്ട് തന്നെ എല്ലാ ഭീകരന്മാരെയും കെട്ടുകെട്ടിക്കാൻ, എല്ലാ ഭീകരന്മാരെയും മുച്ചൂട് മുടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്, അത്രമാത്രം ജാഗ്രതയിലും നിരീക്ഷണത്തിലും തന്നെയാണ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യയുടെ അഭിമാനമായി മാറുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.